യുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് സാർ കാര്യങ്ങൾ? എങ്ങനെയാണ്? പൊതുവെ പ്രവർത്തനമെല്ലാം നന്നായിട്ട് പോകുന്നു. സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ആരംഭിച്ചു. 23-ാം തീയതി വരെ നിരന്തരമായ പര്യടനമാണ്. ഈ പാർലമെന്റ് മണ്ഡലം മുഴുവൻ കവർ ചെയ്തുള്ള എല്ലാ മുക്കും മൂലയിൽ എത്തിച്ചേർന്നുകൊണ്ടുള്ള ഒരു പര്യടന പരിപാടിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. കടുത്തുരുത്തിയിലെയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് പര്യടന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ മോൻസ് ജോസഫ് MLA ആണ്. ഞങ്ങളുടെ പരിപാടികളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ചിട്ടയായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഈ കേരള കോൺഗ്രസുകൾ തമ്മിലൊരു മത്സരമാണ്. അപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസ് ആരാണെന്ന് UDF LDF മത്സരമാണ്. കേരള കോൺഗ്രസുകൾ അതിൽ ഓരോ വശത്തു നിന്ന് ഒന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ വളരെ നിർണായകമായ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത് UDF ആണ്. അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവരങ്ങേ പക്ഷത്താണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള പോരാട്ടമൊന്നുമല്ല. ഇത് UDF-ഉം LDF-ഉം തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പാലയിലെ ജനങ്ങൾ പൊതുവെ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ പൊതുവെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ ജനങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്നപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരും. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായി ഇതൊരു കാർഷിക മേഖലയാണ്. റബ്ബർ നെൽ കർഷകർ ഏറ്റവും അപ്പർ കുട്ടനാടിന്റെ മേഖല കൂടിയാണ്. റബ്ബർ കർഷകർ ഏറ്റവും കൂടുതലുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് കോട്ടയം. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന മേഖലയാണിത്. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു, സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഇതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ LDF തയ്യാറില്ല. അവർ പറയുന്ന ചിഹ്നമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്നാണ്. ചിഹ്നം ഒരു വിഷയമേ അല്ല. ചിഹ്നം വേണം. ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ഉണ്ടാകും. ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ചിഹ്നം കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ചിഹ്നം, ഞാനിപ്പോൾ മറ്റു സ്ഥാനാർത്ഥി ചിഹ്നം മോശമെന്ന് പറയല്ല, ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രാജ്യത്ത് ആരെങ്കിലും അറിയാത്ത ഒരു ചിഹ്നമാണോ? കേരളത്തിൽ പരക്കേറിയ എല്ലാവരും ഉപയോഗിക്കുന്നത്, നിത്യം ഉപയോഗിക്കുന്നത്. 2 ഇല എന്നുള്ളത് നമുക്ക് നാട് മുഴുവൻ കാണാവുന്നതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ചിഹ്നമാണ്. ചിഹ്നം അവിടെ നിൽക്കട്ടെ. അടിസ്ഥാന വിഷയങ്ങൾ ഇതൊക്കെയാണ്. കാർഷിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ മുടങ്ങിക്കിടക്കുന്ന ഒട്ടേറെ സംരംഭങ്ങളുണ്ട്. ട്രാവൻകൂർ സിമെന്റ്സ് മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ ഇപ്പം വന്നപ്പോൾ വേദഗിരി കോട്ടയം ടെക്സ്റ്റൈൽസ് മുടങ്ങിക്കിടക്കുന്നു. ട്രാവൻകൂർ ഇലക്ട്രോ കെമിക്കൽസ് അത് പൂട്ടിപ്പോയി. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. പിന്നെ ടൂറിസത്തിന്റെ സാധ്യതകൾ, കുമരകം ഉൾപ്പെടെയുള്ള ഈ മേഖലയിലൊക്കെ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ MPമാരായിരുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യും. ജനങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായി കാണുന്നു. ഇതിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, നാട് ചർച്ച ചെയ്യേണ്ട, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം, ആ വിഷയങ്ങൾ മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. ഈ മണിപ്പൂർ വിഷയം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോഴാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ സഭകൾ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. ഇത് എന്തിന്റെ? ആര് പറഞ്ഞു സഭ നേതൃത്വം കൊടുക്കുന്നു? സഭകളുടെ നേതൃത്വത്തിൽ തന്നെ കേരള സ്റ്റോറി രൂപതയുടെ നേതൃത്വത്തിൽ സഭകൾക്ക് എന്താ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി എന്താണ്? കേരള സ്റ്റോറി എന്നുള്ളത് ആരെടുത്ത്? സഭ എടുത്തതല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നിങ്ങളൊക്കെ ചാനലുകാരും അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്ററി നിർമ്മാതാക്കളും ഒക്കെ ഇങ്ങനെയുള്ള എടുക്കാൻ. ഇപ്പം ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി BBC ആണ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന BBCക്കെതിരെ നരേന്ദ്രമോദി ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണത്. അപ്പം അങ്ങനെയുള്ള ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. മണിപ്പൂർ വിഷയം എന്താണ്? സഭയുടെ പ്രശ്നമല്ലല്ലോ അത്. മണിപ്പൂരിലെ വിഷയം എന്താണ്? അവിടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ വളരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാൻ, വർഗീയമായി വംശീയമായി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി പോട്ടെ, അങ്ങനെ അത് ചെയ്തില്ല. സംസ്ഥാനത്ത് മുഴുവൻ ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ഡൌൺ ചെയ്താൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വം? ഒരക്ഷരം ഇതുവരെ ഈ പ്രധാനമന്ത്രി പറയുകയോ അവിടെ പോവുകയോ ആ ജനങ്ങളെ ആശ്വസിപ്പിക്കുകയോ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്തു? മറിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പോയി, അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം പോയി അവിടെ ആളുകളെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എല്ലാ വിഭാഗത്തിൽ നിന്നും. അപ്പൊ ഇതാണ് റിയൽ ഇഷ്യൂ. അതല്ലാതെ സഭ കേരള സ്റ്റോറി പ്രചരിപ്പിക്കുന്നു എന്നുള്ളതൊന്നും അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. വിഷയം ഇതാണ്, നമ്മൾ ഈ രാജ്യത്ത് ജനാധിപത്യം വേണോ? കേരള വിഷയത്തിൽ പ്രധാനപ്പെട്ട വിഷയം സഭ BJPയുമായി ഒരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതാണ് വിഷയം. BJPയുമായി എങ്ങനെയാണ് സഭയ്ക്ക് ബന്ധപ്പെടാൻ കഴിയുക? കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ലല്ലോ. BJPയുടെ ഭാഗത്ത് നിന്ന്, സംഘ് പരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മനസ്സിലില്ലേ? ഇവിടെ BJP ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭാഗമാണോ എന്നുള്ളതല്ല. ആരാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പൈതൃകത്തിന് വേണ്ടി നിൽക്കുന്നത്? അവരുടെ കൂടെയായിരിക്കും സഭ. സഭയെന്നല്ല, ജനങ്ങൾ അവരുടെ കൂടെയായിരിക്കും. ജനങ്ങളെ വിട്ട് സഭയ്ക്കൊരു നിലപാടുണ്ട്. ഒരിക്കലും ചില നേതാക്കന്മാരുടെ പടലപ്പിണക്കങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെ ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയും ബാധിക്കുമോ? ഒരു പ്രശ്നവുമില്ല. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെയോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതൊക്കെ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേരത്തെ അവർക്കിത് പറയാമല്ലോ. തലേ ദിവസം വൈകുന്നേരം വരെ ഞങ്ങളോടൊപ്പം പ്രചരണ പരിപാടിയിൽ നിന്ന് വളരെ ഘോരം UDFന് വേണ്ടി പ്രസംഗിച്ചവരാണ് പിറ്റേ ദിവസം രാവിലെ മറിച്ചൊക്കെ പറയുന്നത്.
അതിന്റെയൊക്കെ പിന്നിൽ എന്താണ് നടന്നുള്ളത് ദയവായി നിങ്ങൾ അന്വേഷിക്കുക. അവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ? ഞങ്ങൾക്ക് അവരോട് യാതൊരു വിരോധവുമില്ല, യാതൊരു പിണക്കവുമില്ല. അവരാണ് ചിന്തിക്കേണ്ടത്. അവരെടുത്ത നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തേണ്ടത് അവരാണ്. തിരിച്ചു വന്നാൽ സ്വീകരിക്കും. വരട്ടെ, അവരതിനുള്ള അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ, അവർ താല്പര്യം പ്രകടിപ്പിക്കട്ടെ, അന്നേരം പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് അതേക്കുറിച്ച് മറുപടി പറയാൻ കഴിയും.